നയൻതാര ഒരു സ്റ്റാറായ ശേഷം നയൻതാരെ കാത്തു നിർത്തിച്ച് യഥാർത്ഥത്തിൽ സംവിധായകൻ്റെ വെയിറ്റ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തത് ധ്യാനാണ്. ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തതല്ലേ? അല്ല, കാണിച്ചു കൊടുത്തതല്ല. രാവിലത്തെ ഞാൻ ഫ്ലൈറ്റ് എടുത്തു. അന്നിപ്പോൾ അപ്പം തലേദിവസം ഞാൻ അവരെ വിളിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു. 4 മണിക്ക് കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ മിസ് ചെയ്തപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റ് എടുത്തു. അപ്പം എന്നെ വിളിച്ച് ചോദിച്ചു, എവിടെയാന്ന്. എയർപോർട്ടില്ല. ഞാൻ പറഞ്ഞു എയർപോർട്ടിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എയർപോർട്ടിൽ അവിടെ എത്തി. ഞാൻ ഇവിടുത്തെ എയർപോർട്ടിലാണ്. അത് ഞാൻ ചോദിച്ചില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഫ്ലൈറ്റും ഡിലേ. എന്നുവെച്ചാൽ ഞാൻ അടുത്തെടുത്തിരുന്ന ആദ്യത്തെ ഫ്ലൈറ്റ് മിസ്സായി, രണ്ടാമത്തെ ഫ്ലൈറ്റ് ഡിലേ ആയി. 2 മണിക്ക് എന്തോ ആയിരുന്നു. അപ്പം ഞാൻ 5 മണി 5:30 ആയപ്പോഴാണ് അവിടെ എത്തുന്നത്. 4 മണിയുടെ അപ്പോയിൻമെൻ്റ് ആണ്. അവിടെ 5 മണിയുടെ അപ്പോയിൻമെൻറ്റിന് ഉള്ള ഒരുത്തൻ 2 മണിക്കേ വന്നിരിപ്പുണ്ട്. അങ്ങനെ ഒരു 3-4 പേരുണ്ട് രാത്രിയൊക്കെ ഉള്ള ആൾക്കാർ. അപ്പം ഞാൻ 4 മണിയുടെ ആൾ 5:30 വരുന്നതിന്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒന്നുകിൽ ഗെറ്റ് ഔട്ട് അടിച്ച് പുറത്താക്കും എന്നുള്ള ഇതിലാണ് ഞാൻ പോകുന്നത് തന്നെ. അപ്പം അകത്ത് കയറി ഇരുന്നു. അപ്പം ഇരുന്ന് കഥ കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ അവർ എന്നോട് പറയുകയും ചെയ്തു, എനിക്ക് ഇത്രയും സമയമുള്ളൂ, 4 മണിക്കായിരുന്നല്ലേ ധ്യാൻ എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു അതെ, ലേറ്റായി പോയി ഫ്ലൈറ്റ്. പിന്നെ അവർ കേട്ട് തുടങ്ങിയപ്പോൾ അവർ ഫുൾ കേട്ടു. ബാക്കിയുള്ള അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തു. ഒരു 1.5 മണിക്കൂർ എനിക്ക് സമയം തന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പം ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും കഥ കേട്ടാലും പിന്നെ പറയാം, ബാക്കി അടുത്തൊരു സിറ്റിംഗ് ഇരിക്കാം, കഥ വായിക്കണം, ഫുൾ സ്ക്രിപ്റ്റ് വായിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയും. അത് അവരുടെ ഇപ്പം അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാനുള്ള താല്പര്യമൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ഡേറ്റ്സ് എപ്പോഴാണ് വേണ്ടത്, എപ്പോഴാണ് ചെയ്യുക, അത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം നമ്മളൊന്ന് ഓൾറെഡി നമ്മൾ ലേറ്റായി പോന്നു. ഇവരുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ പക്ഷേ അത് അങ്ങനെയല്ല ഞാൻ കേട്ടേക്കുന്നത് വെച്ചാൽ ഈ വിയറ്റ്നാം കോളനിയിൽ മോഹൻലാൽ വന്ന് ഓട്ടോറിക്ഷയിൽ ഇറങ്ങുന്നു. അത് പൈസ ചോദിച്ചപ്പോൾ ഓട്ടോറിക്ഷ വേണ്ടാന്ന് പറയും. അപ്പോൾ മോഹൻലാൽ വിചാരിച്ചു ഇയാൾ ഭയങ്കര പ്രേമം. പുറകിൽ റാവുത്തറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അജു വർഗീസാണ് എൻ്റെ പ്രൊഡ്യൂസർ എന്ന് കേട്ടുകൊണ്ട് മാത്രമാണ് നയൻതാര ഇത്രയും സമയം. സ്വാഭാവികം. ചിലപ്പോൾ ആവാം. അതല്ല, ഇത് വിളിച്ചു പറഞ്ഞ് 9 മണിക്ക് എന്തായി. എന്നോട് അവൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ ഡേറ്റ്സ് കഴിഞ്ഞ ശേഷം പ്രൊഡ്യൂസർമാർ ഒരാൾ പോലും എന്നെ വിളിക്കരുതെന്നാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ, എനിക്ക് പടം തുടങ്ങി 1.5 വർഷമായി കമ്മിറ്റ് ചെയ്തിട്ടും 2 വർഷമായി പുള്ളിക്കാരി കമ്മിറ്റ് ആയിട്ട് ഇന്ന് വരെ എൻ്റെ നമ്പർ ഇല്ല. കാരണം എന്നോട് പറഞ്ഞു, അജിത് സാറ് പറഞ്ഞ പോലെ അജു വർഗീസ് ആണെന്ന് അറിഞ്ഞത് കൊണ്ടാണ്. എനിക്ക് സംശയമില്ല അതിന്റെ. അബദ്ധമായി പോയി. കാര്യം ഇവനൊരു ഫോട്ടോ എടുത്തില്ല. എനിക്ക് ഇവന്റെ സ്വഭാവം അറിയാലോ. ഇവൻ പോയോ? അപ്പൊ ഞാൻ നമ്മളെ എവിടെയെങ്കിലും ഇരുന്ന് ബിരിയാണി കഴിക്കാണോ എന്ന് ആലോചിച്ചു. അതായത് മദ്രാസിൽ പോയി നയൻതാര ഡേറ്റ് അങ്ങനെയൊക്കെ ഡേറ്റ് തരുമോ? പിന്നെ കഥയിൽ എനിക്ക് അന്നും സാറേ വിശ്വാസമുണ്ട്. അതിപ്പോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റ് കളി ഇതിൽ ഒരുപാട് ചിരിക്കാറുണ്ട്. അപ്പം ചിലപ്പോൾ ഇനി പുള്ളിക്കാരി ചിരിച്ച് അവസാനം വീണ്ടും പറഞ്ഞു ശരിക്കും സദാ തന്നു. എൻ്റെ ഒരു സെൽഫി ഇല്ലല്ലോ കാണിച്ചു. ഞാൻ ഒരു ഫോട്ടോ പോലും എടുത്തില്ല. പെട്ടെന്ന് നമ്മൾ ഫോട്ടോ ചോദിക്കണം, ഒരു മര്യാദ ഞാനൊന്നും ചോദിച്ചെടുക്കാലോ സാധാരണ നിലവരെ കാണുമ്പോൾ. അത് വിട്ടുപോയി. അല്ലെങ്കിൽ ഇവരൊക്കെ എന്നോട് ഒരുപാട് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇവനെ വിളിച്ചു, പറഞ്ഞു പുള്ളിയും വിശ്വസിക്കുന്നില്ല. പുള്ളിയാണ് എനിക്ക് പോയി കഥ പറ, അവരിതൊക്കെ അവര് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരിത് തരും എന്നൊക്കെ പറഞ്ഞ് വിട്ട ആള് പോലും വിശ്വസിക്കുന്നില്ല. സാറേ ഇവിടെ അങ്ങനെ ഒരു പതിവില്ലല്ലോ. അതായത് 1 മണിക്കൂർ കൊണ്ട് കഥ പറഞ്ഞ ഡേറ്റ് വരുമോ? ഞാൻ ശ്രീനിവാസൻ ഡേറ്റ് വരില്ല. പിന്നെയാണോ ഞാൻ അച്ഛനോട് കഥ പോലും പറഞ്ഞിട്ടില്ല. ആക്ച്വലി അഭിനയിക്കാൻ വരുന്ന സമയത്ത് പോലും ഞാൻ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിട്ടേ പറഞ്ഞല്ലോ. കാരണം അത് വായിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും ചിലപ്പോ. മാത്രല്ല നമ്മളോട് നേരിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, സ്റ്റേജിൽ കയറി പറഞ്ഞു. അതെ, അതാണ് സംഭവം. നമ്മള് 2016 തൊട്ട് നയൻതാരയുടെ ഈ ക്യാരക്ടറിന് ശോഭയുടെ അച്ഛൻ സാറാണ് തുടക്കം തൊട്ട്. 2016 സാറിൻ്റെ ഷൂട്ട്, ഫസ്റ്റ് ഡേ ഷൂട്ട് ജനുവരി 27-8, 2019. സാറ് ആ സിനിമയിൽ സാറാണെന്ന് അറിയുന്നത് ജനുവരി 25 ഈ വർഷം. 26 രാത്രിയാണ് ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നീ എൻ്റെ മകൻ തന്നെയാണ്. അതല്ല, മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാൻ തന്നെയാണ്, ഞാൻ നിന്റെ പടത്തിലുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു.
അല്ല ഈ അഭിനയിച്ചതിന് അച്ഛന് പൈസ കൊടുത്തോ? അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പൈസ വാങ്ങിച്ചിരുന്നു, അത് അങ്ങോട്ട് കൊടുക്കണം സാർ. ചേട്ടൻ്റെ നിന്നും വാങ്ങിച്ചു. ആ അത് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കണ്ട. വേണ്ടല്ലോ. നോ. അതെന്താ? ഏയ്